എന്തെങ്കിലും ഒരു വന്യമൃഗത്തെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. സാധാരണ ഇതിലൂടെ വരുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മൃഗത്തെ കാണാൻ കഴിയുമെന്നൊക്കെ. കാരണം 2 സൈഡും ഫോറസ്റ്റിൻ്റെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതിമനോഹരമായ പുൽത്തകിടുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ്. പുൽത്തകിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് പ്രകൃതി രമണീയത തുളുമ്പുന്ന സ്ഥലം എന്നൊക്കെ പറയില്ലേ, ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതുവരെ ഒരാളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു മൃഗത്തെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് കേട്ടോ. നോക്കട്ടെ കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. കുറച്ചുകൂടി ഒന്ന് മുമ്പോട്ട് പോയി നോക്കാം. കണ്ടു കഴിഞ്ഞാൽ ബാക്കി അതങ്ങ് ദൂരത്തെന്തോന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒരാൾ വന്നിട്ടുണ്ട്, ഒരതിഥിയെ കണ്ടു. അതാരാണെന്നൊന്ന് ക്ലോസപ്പ് ചെയ്താൽ വ്യക്തമാവും. നോക്കട്ടെ കേട്ടോ. ഇത് വേറെ ആരുമല്ല, ഇത് ഒറ്റയൻപോത്താണ്. എന്തായാലും ഈ വരവ് വെറുതെ ഇല്ല, കാണാൻ പറ്റിയ കുറച്ചുകൂടി അടുത്തേക്ക് പോയി കാണാനുള്ള ശ്രമത്തിലാണ്. അതേ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തെത്തി. പക്ഷെ അധികം നേരം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പോത്ത് ചാടിക്കയറി വന്നു കഴിഞ്ഞാൽ വണ്ടി ആക്രമിക്കും. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇതെടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരാശരാകുന്നത് 100% ഉറപ്പാണ്. ഇത് വേറെ എവിടെയല്ല, മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് എൻട്രിയും ചെയ്ത ശേഷം വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൽ കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും, വനത്തിലൂടെ അങ്ങ് പോകുമ്പോഴത്തേക്കും ഒരു അതിമനോഹരമായ പുൽത്തകിടും കാര്യങ്ങളൊക്കെ വരും. അവിടെയാണ് ഈ മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. മിക്കവാറും ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്ര ഉറപ്പുള്ളൊരു സ്ഥലം.